ഹായ് ഗൈസ്. അപ്പോൾ ഇന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാഷ്യൂ നട്ട്സ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നവോമി ക്രിയേറ്റീവ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ നട്ട്സൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അത് കോരിയെടുത്തു. അതിനുശേഷം ആ ഓയിലിലേക്ക് ഞാൻ കുറച്ച് കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് മൂത്ത് വരുന്ന നേരം കൊണ്ട് അതിലേക്ക് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊട്ടുകടലയും 2 വറ്റൽമുളകും കൂടെ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളകും കുറച്ച് അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി കുത്തി അരിഞ്ഞു വെച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയം ഞാനൊരു ചെറിയ സവാള ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു പിടി ക്യാരറ്റും കൂടെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ എപ്പോഴും ഉപ്പുമാവൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ ക്യാരറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് എടുത്തു വെച്ചത്. 1.25 കപ്പ് വെള്ളം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാനിത് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് റവ വറുത്ത റവയാണ് അത് ചേർത്ത് കൊടുക്കുവാണ്. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞതൊക്കെ പാകം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുന്ന നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിയൊന്ന് നല്ല തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല സോഫ്റ്റായി വരുമ്പം ഞാനൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം ഇത് വീണ്ടും തുറന്ന് നോക്കുമ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ ഈ ഉപ്പുമാവ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ നട്ട്സും മുന്തിരിങ്ങയും ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ പൊട്ടുകടലയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ മിക്കപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇതേപോലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേങ്കിൽ നല്ലോണം ഉപ്പുമാവ് വെന്ത് ഇതേപോലെ നെയ്ക്കകത്തൊക്കെ കിടന്ന് വെന്ത് നല്ല സോഫ്റ്റായി വരണം കേട്ടോ. ചിലർ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ പൊടി പോലെ ഇരിക്കുന്ന ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ ഞാൻ ഇച്ചിരി ഇങ്ങനെ കുഴഞ്ഞ പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നെയ്യൊക്കെ കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തട്ടിക്കൂട്ടി വെക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇത് പുതിയ ചാനലായതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക്